തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 22-ാം വാക്യം. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ശൗൽ പൗലോസായി രൂപാന്തരം പ്രാപിക്കുന്ന അത്ഭുതകരമായ രൂപമാറ്റം വിവരിക്കുന്ന അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം. ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ ക്രിസ്തു ശിഷ്യന്മാരെ ഉപദ്രവിക്കുവാൻ മഹാപുരോഹിതന്റെ അടുക്കൽ നിന്ന് അധികാരപത്രവുമായി ദമസ്കോസിലേക്ക് പുറപ്പെടുന്ന ശൗലിനെ നാം കാണുന്നു. എന്നാൽ 22-ാം വാക്യത്തിൽ എത്തുമ്പോഴേക്കും അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് യഹൂദന്മാരെ മിണ്ടാതാക്കുന്ന ക്രിസ്തീയ സഭയുടെ ശക്തനായ വക്താവായി മാറുന്ന അത്ഭുതകരമായ രൂപമാറ്റമാണ് നാം കാണുന്നത്. ഇവിടെ ശൗലിന്റെ രൂപാന്തരത്തിൽ ശ്രദ്ധേയമായ 4 കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന്, ക്രൈസ്തവ സഭയുടെ അന്തകനായിരുന്ന ശൗൽ അപ്രകാരമായി തീർന്നത് ദൈവസ്നേഹത്തിന്റെ വലിയ പ്രവാചകനെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ടാണ്. കാരണം യേശു ദൈവദൂഷണം പറഞ്ഞു വന്ന കള്ളപ്രവാചകനാണെന്നും അവനെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ ദൈവകോപത്തിന് ഇരയാകുമെന്നുമായിരുന്നു ശൗലിന്റെ ഉറച്ച നിലപാട്. ആകയാൽ ദൈവകോപത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് ദൈവപ്രീതിക്ക് കാരണമായി തീരും എന്നായിരുന്നു ശൗലിന്റെ വിശ്വാസവും നിലപാടും. മിദ്യാന്യ സ്ത്രീയെ പരിഗ്രഹിച്ച ഇസ്രായേലിനെയും ആ സ്ത്രീയെയും കുന്തം കൊണ്ട് വയർ കുത്തി തുളച്ച പഴയ നിയമത്തിലെ ഫിനഹാസ് ദൈവകോപത്തിൽ നിന്ന് ജനത്തെ രക്ഷിച്ച ചരിത്രം സംഖ്യാപുസ്തകം 25:1-8 വരെ നാം കാണുന്നുണ്ടല്ലോ. ഈ ചരിത്രം കാണാതെ പഠിച്ചിരുന്ന ശൗലിന് അതേ വികാരമായിരുന്നു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിലുണ്ടായിരുന്നത്. എന്നാൽ തന്റെ നിലപാടുകൾ ദൈവഹിതത്തിന് വിപരീതമാണെന്നും താൻ ഉപദ്രവിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തന്നെയാണ് എന്നും ഡെമസ്കോസിന്റെ പടിക്കൽ വെച്ചുണ്ടായ ദർശനത്തിൽ ദൈവം ശൗലിനെ വെളിപ്പെടുത്തി. പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചില തെറ്റായ നിലപാടുകളിൽ ഉറച്ച് വിശ്വസിച്ചിട്ട് സഭയ്ക്കും ദൈവത്തിനും മനുഷ്യർക്കുമെതിരെ കർക്കശവും ക്രൂരവുമായ നിലപാടുകൾ എടുക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുവട്ടങ്ങളില്ലേ എന്ന് നാം ചിന്തിക്കണം. തെറ്റായ ധാരണകളെ ശരിയായതെന്ന് ചിന്തിച്ച് അതിനുവേണ്ടി ജീവിതം പാഴാക്കുന്നവർക്കെല്ലാം ശൗൽ ഒരു ചൂണ്ടുപലകയാണ്. ചരിത്രത്തിലെ കുരിശ് യുദ്ധങ്ങളും മതത്തിനു വേണ്ടി വീരസ്വർഗം പ്രാപിക്കുവാൻ ചാവേറുകളായി നടത്തുന്ന ആക്രമണ പരമ്പരകളുമെല്ലാം തെറ്റായ നിലപാടുകളുടെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്ന പാഴ്ജന്മങ്ങളുടെ ചരിത്രഗാഥകളാണ്. കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലുമെല്ലാം തെറ്റായ നിലപാടുകളിൽ ഉറച്ചു നിന്ന് പ്രതിയോഗിയെ തകർക്കണമെന്ന ക്രൂരമായ ചിന്ത എത്രയെത്ര ബന്ധങ്ങളെയാണ് ശിഥിലമാക്കുന്നത്. അത്തരം നിലപാടുകളിൽ നിന്ന് പിന്തിരിയണം എന്നതാണ് ശൗലിന്റെ രൂപാന്തരത്തിലെ 1-ാമത്തെ സന്ദേശം. 2-ാമത്, ഒരു ദർശനത്തിലൂടെ ലഭിക്കുന്ന വെളിപാടുകൾ ദൈവഹിതമായി സ്വീകരിക്കുന്നത് ഉയർന്ന ആത്മീയ ചൈതന്യമുള്ളവരുടെ പ്രത്യേകതയാണ്. പഴയ നിയമ പ്രവാചകന്മാരുടെയും പിതാക്കന്മാരുടെയും ഒക്കെ ഉദാഹരണങ്ങൾ അതിന് തെളിവുകളാണ്. പുതിയ നിയമത്തിൽ യൗസേപ്പ് പിതാവ് ദർശനങ്ങളിലൂടെ തന്നെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവനാണ്. ദൈവഹിതം തിരിച്ചറിയുവാൻ ലഭിക്കുന്ന എല്ലാ ഉറവിടങ്ങളിലൂടെയും അതിനെ തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിന് വിധേയമായി ജീവിതത്തെ രൂപപ്പെടുത്തുന്നതാണ് രൂപാന്തരത്തിന്റെ 2-ാം ഘട്ടം. 3-ാമത്, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ അവൻ മിണ്ടാതാക്കി. ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് തെളിയിച്ച് യഹൂദന്മാരെ മിണ്ടാതാക്കുവാൻ തക്കവണ്ണം ക്രിസ്തു വിജ്ഞാനീയത്തിന്റെ അമരക്കാരനാകുവാൻ പൗലോസിന് കഴിഞ്ഞു. താൻ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച് അവൻ ആഴത്തിൽ മനസ്സിലാക്കി. മറ്റ് ശിഷ്യന്മാരെക്കാൾ പ്രാഗൽഭ്യത്തോടും പ്രാവീണ്യത്തോടും കൂടെ അവൻ ക്രിസ്തുവിനെ പണ്ഡിത മനസ്സുകൾക്ക് പരിചയപ്പെടുത്തി. തനിക്ക് ലാഭമുണ്ടാകുവാൻ സാധ്യതയുള്ള സകലതും ക്രിസ്തുവിന് വേണ്ടി ഛേദമെന്ന് എണ്ണുവാൻ അവൻ തയ്യാറായി എന്ന് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. മോശയെക്കുറിച്ച് പൗലോസ് തന്നെ പറയുന്ന ഒരു സാക്ഷ്യം തന്റെ സ്വന്തം ജീവിതത്തിലും ഏറ്റെടുക്കുവാൻ പൗലോസ് തയ്യാറായി. അതായത് എബ്രായ ലേഖനം 11:25 ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്ത വിശ്വാസധീരനായി മോശയെ പൗലോസ് സാക്ഷിക്കുന്നുണ്ടല്ലോ. മനസ്സിലാക്കുന്ന സത്യത്തിന് വേണ്ടി ലാഭവും നേട്ടവും നോക്കാതെ സ്വയം ത്യജിക്കുവാനും ത്യാഗം സഹിക്കുവാനും സന്നദ്ധനാകുന്നതാണ് പൗലോസിന്റെ രൂപാന്തരത്തിലെ 3-ാം ഘട്ടം. 4-ാമത്, അവൻ അനന്യാസിന്റെ കൈവെപ്പിനാൽ പരിശുദ്ധാത്മശക്തി പ്രാപിച്ചു എന്ന് 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവം നേരിട്ട് വിളിച്ചവനായിരുന്നു പൗലോസ് എങ്കിലും പരിശുദ്ധാത്മ നൽവരം പ്രാപിക്കുവാൻ ഒരു പൗരോഹിത്യ കൈവെപ്പ് ആവശ്യമാണെന്ന സത്യം ഇവിടെ ദൈവം തന്നെ പൗലോസിനെ ബോധ്യപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച പൗരോഹിത്യം തലമുറകളിലേക്ക് പകരുന്നത് പൗരോഹിത്യ ശ്രേണിയിലൂടെയാണ്. പൗരോഹിത്യത്തെയും സഭയെയും ആദരവോടെ സ്വീകരിച്ചത് പൗലോസിന്റെ മാനസാന്തരത്തിലെ 4-ാം ഘട്ടമാണ്.
പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായെ പോലെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു നല്ല രൂപമാറ്റം ഉണ്ടാകുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.